ഇന്നലെ അപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉള്ളിക്കറി വെക്കാന്ന് ഓർത്താണ്. മുട്ടക്കറി എന്ന് വേണേൽ പറയാം. കാരണം ഇവിടെ മുട്ട ഒന്നിച്ചെടുത്തില്ല, മുട്ട സെപ്പറേറ്റ് വേവിക്കുകയാണ് ചെയ്യണേ. അങ്ങനെ ദേ ഉള്ളിയൊക്കെ വഴറ്റാനിട്ടു. അപ്പൊ ഉള്ളി വഴണ്ടി വരുന്ന സമയം കൊണ്ട് ഞാൻ തക്കാളിയും കൂടെ അങ്ങോട്ട് അരിഞ്ഞിട്ടു കേട്ടോ. അങ്ങനെ തക്കാളി പിന്നെ പെട്ടെന്ന് വെന്ത് വരുമല്ലോ. അങ്ങനെ ആദ്യം കുറച്ചു നേരം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തേ. പിന്നെ വീണ്ടും ഒന്നുകൂടി ഒന്ന് അടച്ചിട്ട് വീണ്ടും ഒന്നുകൂടി അടച്ചു വെച്ചേ. അങ്ങനെ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു വരുന്ന സമയമായപ്പോഴത്തേക്കും പൊടികളെല്ലാം ചേർത്തു കേട്ടോ. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, അങ്ങനെ എല്ലാം ചേർത്തേ. ഞാൻ പിന്നെ സാധാരണ ഇടുന്നത് ചിക്കൻ മസാലയായിരുന്നു, പക്ഷെ ഇന്ന് ഇട്ടത് മീറ്റ് മസാലയാണ്. അങ്ങനെ മസാല എല്ലാം ഇട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് മൂടി വെച്ച് വേവിച്ചേ. അപ്പൊ ആ ഒരു പച്ചമണമൊക്കെ ശരിക്കും പെട്ടെന്ന് പോവേ. അങ്ങനെ പിന്നെ വീണ്ടും തുറന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കുറുകിയ ചാറായിരുന്നു കേട്ടോ. പക്ഷെ മീറ്റ് മസാല ഇട്ടിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല, നല്ലതായിരുന്നു. അങ്ങനെ കറി സെറ്റായിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചു കേട്ടോ. പിന്നെ മാവിലമ്മ രാവിലെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊന്നുകൂടി ഒന്ന് ഇളക്കി വെച്ചിട്ട് നേരെ ഞാൻ അരി ഇട്ടു കേട്ടോ. അരി ഇട്ട് കൂടെ മുട്ടയും കൂടെ വേവിക്കാൻ വെച്ച്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം കൂടെ ചുട്ടെടുത്തു കേട്ടോ. എല്ലാവർക്കും അപ്പം ചുട്ടു വെച്ചിട്ട് ഞാനും അമ്മയും കൂടെ കാപ്പി കുടിക്കായിരുന്നു കേട്ടോ. കണ്ണൻ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവൻ എണീക്കുന്നതിന് മുമ്പ് അത്യാവശ്യം പണിയും തീർത്ത് കാപ്പിയും കുടിച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ പിന്നെ അവൻ്റെ കാര്യം നോക്കിയാൽ മതിയല്ലോ. അങ്ങനത്തെ കാപ്പി എല്ലാം കുടിച്ചു. പിന്നെ പാത്രം ഉള്ളതും കൂടെ അങ്ങ് കഴുകി വെച്ചിട്ട് അവിടെ ഒന്ന് തുടച്ചു വിട്ടു കേട്ടോ. ഇന്ന് പിന്നെ അങ്ങനെ കാര്യമായിട്ട് തുടയ്ക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെ അപ്പം തുടച്ചിട്ടുന്നുണ്ടായിരുന്നു ഇന്ന്. പിന്നെ അരി തിളച്ചപ്പോൾ ഇച്ചിരി ഇങ്ങനെ വെള്ളം ചാടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഗ്യാസിൻ്റെ അടിയിലൊന്ന് തുടച്ചെടുത്തേ. അപ്പോഴേക്കും കണ്ണൻ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം എൻ്റെ പണിയെല്ലാം തീർന്നിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ണനുള്ള കാപ്പിയായിട്ട് ഞാൻ മേളിലേക്ക് വന്നേ. സാധാരണ അവന് കഴിക്കാൻ കൊടുക്കുമ്പോൾ ഓടി നടന്നാട്ടോ കഴിക്കാൻ കൊടുക്കണേ. ഇന്ന് എന്താണ് കുറച്ച് പ്രാവശ്യം അങ്ങനെ ഇരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കഴിക്കലെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്താണെങ്കിൽ നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ മഴയൊക്കെ കുറച്ചു നേരം കണ്ടിട്ട് ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി പോന്നേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.